ഹായ് ഫ്രണ്ട്സ്, പുതിയ വർഷത്തിലെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ്. ഇതിലെൻ്റെ ലഞ്ചും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷൻസാണ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ സമയം രാവിലെ 6:30 ആയിട്ടുണ്ട്. നമസ്കാരവും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലോട്ട് കയറി ആദ്യം തന്നെ ചോറിനുള്ള അരിയിടാണ്. കുക്കറിലാണ് ഞാൻ ചോറ് വെക്കുന്നത്. പിന്നെ ഇവിടെ ക്ലൈമറ്റ് നല്ല തണുപ്പാണ്. രാവിലെ എണീക്കുമ്പോൾ നല്ല മഞ്ഞും തണുപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പുതച്ചുമൂടി കിടന്ന് ഉറങ്ങാൻ തോന്നും. പക്ഷേ നമുക്ക് പണികളൊക്കെ കിടന്നു കഴിഞ്ഞാൽ നമ്മളെ പണികളൊക്കെ അവിടെ പെൻഡിങ് ആവും. അതുകൊണ്ട് തന്നെ വേഗം ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് പണികളൊക്കെ തീർത്ത് വെക്കാറുണ്ട്. രാവിലെ തന്നെ എൻ്റെ ലഞ്ചും പ്രിപ്പറേഷൻസും അതൊക്കെ കഴിയും രാവിലെ തന്നെ. അരിയൊക്കെ കഴുകി അടുപ്പത്ത് വെച്ചു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് മീൻകറി ഉണ്ടാക്കാനാണ്. തൃശ്ശൂർ സ്റ്റൈൽ മീൻകറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു മൺകലത്തിലേക്ക് ആദ്യം തന്നെ തക്കാളി എരിഞ്ഞിടുകയാണ്. അതിനുശേഷം ഇതിലോട്ട് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ കറിവേപ്പില സ്റ്റോക്കില്ല, എത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് വളരെ കുറച്ചിട്ട് കൊടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട് ഇതിലോട്ട് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മുളക് പൊടി, എരിവുള്ള മുളക് പൊടി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ മീൻ കറിക്കാൻ മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നില്ല. ഇനി ഇതിലോട്ട് നമ്മൾ അടുത്ത് ചേർത്ത് കൊടുക്കേണ്ടത് എരിവില്ലാത്ത മുളക് പൊടിയാണ്. അതൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കറിയിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ കറിയിൽ പുളിക്ക് ആവശ്യത്തിന് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കൊടംപുളിയാണ്. ഇതുപോലെ ചെറിയ പീസ് കൊടംപുളി എടുത്തിരിക്കുന്നത് കറിയുടെ ക്വാണ്ടിറ്റി കുറവുള്ള കാരണമാണ്. കൊടംപുളി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ 4 കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മുടെ മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇതിൽ 1-ാം പാലും 2-ാം പാലും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഒരുമിച്ച് തന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള പാൽ കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ തേങ്ങാപ്പാൽ എടുത്ത് അതേ പാത്രത്തിൽ തന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മീൻകറിയൊക്കെ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻകറി ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഇത് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. മീൻകറിയൊക്കെ അടുപ്പത്തോട്ട് വെച്ചു. ഇനി നമുക്ക് പാത്രങ്ങളൊക്കെ നന്നായി കഴുകിയെടുക്കാം. ഞാൻ എല്ലാ വ്ളോഗിലും പറയുന്ന പോലെ തന്നെ പാത്രങ്ങൾ എടുക്കുന്നത് അപ്പോൾ തന്നെ വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണികളിൽ ലോഡ് ഉണ്ടാവില്ല. വേഗം തന്നെ നമ്മളെ പണികളൊക്കെ തീർക്കാൻ പറ്റും. അപ്പോൾ പാത്രങ്ങളൊക്കെ നമുക്ക് കഴുകി എടുത്ത് വെക്കാം. പിന്നെ പണികൾ കഴിഞ്ഞിട്ട് എല്ലാ പാത്രങ്ങളും കൂടി ഒരുമിച്ച് കഴുകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിങ്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മടിയാവും പാത്രങ്ങൾ കഴുകിയൊക്കെ. അപ്പോൾ തന്നെ നമ്മൾ കഴുകിയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ലോഡായിട്ട് തോന്നില്ല. വളരെ കുറച്ച് പാത്രങ്ങൾ മാത്രമേ നമുക്ക് കഴുകാനുണ്ടാവുള്ളൂ പണികളൊക്കെ കഴിഞ്ഞാൽ. ഇങ്ങനെ ചെയ്യാനെന്നുണ്ടെങ്കിൽ കേട്ടോ. എല്ലാന്നുണ്ടെങ്കിൽ ഞാനിത് മുന്നത്തെ വ്ളോഗിൽ ഒരെണ്ണം കാണിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ മടിയുള്ള ദിവസങ്ങളിൽ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് അതുപോലെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവും എന്താണ് ഇവളിങ്ങനൊക്കെ പറയുന്നതെന്ന്. പക്ഷെ ഞാനിവിടെ നിന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണെങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. അപ്പോൾ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു. അടുത്തതായിട്ട് നമുക്ക് കറിയിലോട്ടുള്ള മീനൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് അറക്കയാണ്. നിങ്ങളുടെ നാട്ടിൽ ഈ മീനിന് എന്താ പറയുക ഒന്ന് കമൻറ്റ് ചെയ്യണേ. കുറച്ച് മീൻ ഞാൻ പൊരിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നൊരു 4 പീസ് ഞാൻ പൊരിക്കാനായിട്ട് മാറ്റി, ബാക്കിയുള്ളത് കറിയിലോട്ട് കൊടുത്തിട്ടുണ്ട്. പൊരിക്കാനുള്ള മീനൊക്കെ ഞാൻ നന്നായിട്ട് മസാല പരത്തിയിട്ട് നമുക്കിതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളുടെ മീൻ കറി ഇവിടെ നന്നായിട്ട് വറ്റി വന്ന സമയത്ത് ഞാൻ ഇതിലോട്ട് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീൻ കഷ്ണങ്ങളൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ റെഡിയാക്കുന്നത് ഇടിയപ്പമാണ്. ഇടിയപ്പത്തിന് ഞാനിവിടെ 250 ml കപ്പിൽ 1 കപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലോട്ട് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ല ചൂടുള്ള വെള്ളമാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. വെള്ളം ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. മിക്സാക്കി എടുത്ത ശേഷം കുറച്ച് നേരം നമുക്കൊന്ന് മാറ്റി വെക്കാം. അത് ചൂടാറിയതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇതുപോലെ സോഫ്റ്റായിട്ട് കിട്ടണം നമ്മുടെ മാവ്. അപ്പോഴാണ് നമ്മുടെ ഇടിയപ്പം നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നത്. ഈ സമയം നമ്മുടെ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ഊറ്റിയെടുക്കാം. ഇതുപോലെ ഒരു സ്ട്രെയിനറിലോട്ട് നമ്മുടെ ചോറ് ഇട്ട് കൊടുക്കാം. നാട്ടിലൊക്കെ ചോറ് ഊറ്റുമ്പോൾ കൊട്ടക്കൈയിലൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഊറ്റിയെടുക്കാറ്. ഇവിടെ നമ്മൾ ഡയറക്റ്റ് ഇതിലോട്ട് ഊറ്റിയെടുക്കും.
ഈ സമയം നമ്മളുടെ ഇടിയപ്പത്തിൻ്റെ മാവ് ചൂടാറിയിട്ട് നന്നായിട്ട് സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സേവനാഴിയിലിട്ടിട്ട് ഇടിയപ്പം റെഡിയാക്കാനായിട്ട് തുടങ്ങാം. ഞങ്ങളുടെ നാട്ടിൽ ശരിക്കും ഇതിനെ നൂൽപുട്ട് എന്നാണ് പറയുക. ജില്ല മാറുന്നതിനനുസരിച്ചിട്ട് ചില പലഹാരങ്ങളുടെ പേരിലൊക്കെ മാറ്റം വരാറുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ മാവൊക്കെ സേവനാഴിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് പീച്ചെടുക്കാം. പീച്ചെടുക്കാൻ തന്നെയല്ലേ പറയുക. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തിരിച്ചെടുക്കാൻ പറ്റും. ഒരു ബുദ്ധിമുട്ടുമില്ല. നല്ല സോഫ്റ്റാണ് നമ്മുടെ മാവ്. അതുകൊണ്ട് തന്നെ നല്ല എളുപ്പത്തിൽ നമുക്ക് ഈ മാവിനെ നമുക്കിതുപോലെ തിരിച്ചെടുക്കാൻ പറ്റും. ഇടിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും ഒരു ഓർമ്മ വരുന്ന ഒരു മൂവി സീനുണ്ട്. നമ്മളുടെ ജയ ഹേ എന്ന മൂവിയിൽ ആ അമ്മ ഇടിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത്. എപ്പോഴും ആ മൂവി സീൻ ഓർമ്മ വരാറുണ്ട് ഇടിയപ്പം ഉണ്ടാക്കുന്ന സമയത്ത്. രണ്ട് തട്ടിലും ഞാൻ ഇടിയപ്പത്തിനുള്ളത് തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. മീൻകറിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ചെറിയ ഉള്ളി തൂമിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. മീൻ വെന്ത ശേഷം നമ്മൾ കയ്യിൽ ഉപയോഗിച്ചിട്ട് ഇളക്കി കൊടുക്കരുത്. മീൻ ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇടിയപ്പം നമുക്കൊരു കാസറോളിലോട്ട് മാറ്റി കൊടുക്കാം. ഇടിയപ്പത്തിന് ഞാൻ കറിയൊന്നും റെഡിയാക്കുന്നില്ല. തേങ്ങാപ്പാലും പഞ്ചസാരയും ചേർത്തിട്ടാണ് ഈ ഇടിയപ്പം കഴിക്കുന്നത്. ഈ കോമ്പിനേഷൻ ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട് ഇവിടെ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ സമയം മീൻ പൊരിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരടുപ്പിൽ ചായയും വെച്ചിട്ടുണ്ട്. എല്ലാ മീനിപ്പോൾ പൊരിച്ചെടുക്കുന്നില്ല. ഓഫീസിലോട്ട് കൊടുത്തുവിടാനുള്ളത് മാത്രം പൊരിച്ചെടുക്കുന്നുള്ളൂ. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നല്ല ചൂടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പത്തിൻ്റെ മേലോട്ട് നല്ല കട്ടി തേങ്ങാപ്പാലും അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയും കൂടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ കോമ്പിനേഷൻ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് പറയണേ. പിന്നെ ഞാൻ അധികം മധുരം ഇഷ്ടമില്ലാത്ത ആളായ കാരണം കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ചിലരൊക്കെ കാണാൻ നല്ലോണം പഞ്ചസാര ഇട്ട് കഴിക്കുന്നത്. ഞാനിവിടെ കുറച്ച് പഞ്ചസാര മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. പഞ്ചസാര കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക, കഴിക്കുക. അത്രയേ ഉള്ളൂ പരിപാടി. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കഴിക്കാൻ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കൽ കഴിഞ്ഞു. ഇനി പുറത്ത് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്ന് പബ്ലിക് ട്രാൻസ്പോർട്ടിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ബസ് സ്റ്റോപ്പിലോട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ബസ് കാർഡ്. ഇങ്ങനത്തെ ഒരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അബുദാബിയുടെ ഉള്ളിൽ എവിടെ വേണമെങ്കിലും കറങ്ങാവുന്നതാണ്. ഈ കാർഡിലൊന്ന് റീചാർജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. 2 ദിർഹമാണ് നമുക്ക് ബസ്സിൽ ചാർജ് വരുന്നത്. മന്ത്ലി പാസും എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റീചാർജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ ബസ് സ്റ്റോപ്പ്. ഇതിൻ്റെ ഉള്ളിൽ കാർഡ് റീചാർജ് ചെയ്യാനുള്ള മെഷീനൊക്കെ ഉണ്ട്. 2 പേരവിടെ ബസ് വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് അകത്ത് കയറിയിട്ട് കുറച്ച് പുറം കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇത് നമ്മളുടെ കാർഡ് റീചാർജ് ചെയ്യുന്ന മെഷീനാണ്. 2 പേരിവിടെ ബസ്സിനായിട്ടുള്ള കാത്തിരിപ്പിലാണ്. ബസ്സിൻ്റെ ടൈമിംഗ് ഒക്കെ ഇവിടെ ഒരു ദർബി എന്നൊരു ആപ്പിൽ ചെക്ക് ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും. 10:34 നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ബസ് വരിക. ഇപ്പോൾ ഇവിടെ സമയം 10:25 ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ ബസ്സിനായിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. ഈ സ്റ്റോപ്പിൽ 2 ബസ്സാണ് വരുന്നത്. 11ഉം 63ഉം. 63ലാണ് ഞങ്ങൾക്ക് പോകേണ്ടത്. ഇതിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. നല്ല പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് ആ പൂക്കളുടെ കളർ കോമ്പിനേഷൻ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഈ സമയം ഇവിടെ ബസ് വരുന്നുണ്ട്. ഇത് ബസ് നമ്പർ 11ആണ്. ഇതാണ് ഇവിടുത്തെ ബസ് കേട്ടോ. ഇത് പോയി 2 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമ്മളുടെ ബസ് വരും. ബസ്സൊക്കെ വന്നു. ബസ്സിൻ്റെ ഉള്ളിലോട്ട് കയറി. ഇന്ന് ബസ്സിൽ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലാത്ത സമയത്ത് രാവിലെ പോകുമ്പോൾ ബസ്സിൽ നല്ല തിരക്കുണ്ടാവാറുണ്ട്. ഇന്ന് അത്ര തിരക്കൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ മോനിവിടെ പുറത്തേക്ക് നോക്കിയിട്ട് കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കിതിൻ്റെ ഒരു 3-4 സ്റ്റോപ്പ് അപ്പുറത്താണ് നമുക്ക് ഇറങ്ങേണ്ടത്. അങ്ങനെ ബസ് സ്റ്റോപ്പിലെത്തി ഞങ്ങളവിടെ ഇറങ്ങി. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മോനെ ട്യൂഷന് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അവനവിടെ ആക്കി കൊടുത്തതിന് ശേഷം ഞാൻ ചെറിയ മോനെയായിട്ട് പുറത്തോട്ട് പോയി. അടുത്ത് തന്നെ ഒരു മോളുണ്ടായിരുന്നു. ആ മോളിൽ പോയി. അപ്പോൾ അവിടെ ഒരു വണ്ടി കണ്ടപ്പോൾ അതിലിരുത്തിയതാണ്. ഇതിൽ 1 ദിർഹം ഇട്ട് കഴിഞ്ഞാൽ ഈ വണ്ടി നമുക്ക് ഓടിക്കാനായിട്ട് പറ്റും. കാർ ഇങ്ങനെ ഇളകി തുടങ്ങിയപ്പോൾ ആൾക്കൊന്ന് പേടിയായി.
അതാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല, എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ ഓടിച്ചിരുന്നു. ബട്ടൺസൊക്കെ പ്രസ് ചെയ്ത് സ്റ്റിയറിംഗ് ഒക്കെ തിരിച്ച് നോക്കിയിരുന്നു. അപ്പോൾ അവനും എൻജോയ് ചെയ്തു. ഇവിടെ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ സ്പെൻഡ് ചെയ്തപ്പോഴത്തേനും ട്യൂഷൻ കഴിഞ്ഞ ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മോനെ എടുത്തിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോയി. വീട്ടിൽ വന്നതിന് ശേഷം നമുക്ക് ഇനി ലഞ്ച് കഴിക്കാം. അറക്കിയക്കറി, അതുപോലെ അറക്കിയ പൊരിച്ചത്, പിന്നെ ഇന്നലത്തെ കൈപ്പക്ക കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്ക് ലഞ്ച് കഴിക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ ഒരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത അടിപൊളിയായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.